സാറേ, കേസുകാരെന്താ കൊള്ളക്കാരാണോ? മുഖം മൂടി ഒക്കെ ഇട്ട് കോടതിയിൽ കൊണ്ടുവരാനായിട്ട്. ഇത് ചോദിക്കുന്നത് കോൺഗ്രസ് നേതാക്കളല്ല, ഇത് ചോദിക്കുന്നത് കേരള സമൂഹമാണ്. എന്താണ് സാർ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കാനുള്ളത്? അതായത് പിണറായി വിജയനും പിണറായി വിജയൻ്റെ പോലീസും ഏത് പോക്കൃത്തരവും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സെറ്റ് ഗുണ്ടാസംഘമായിട്ട് തന്നെ വന്നിരിക്കുന്നു. ആ ഗുണ്ടാസംഘം നമ്മൾ പറയുന്നതല്ല, രവതാ ചന്ദ്രശേഖർ പറഞ്ഞൊരു പണിയുണ്ട്. ഗുണ്ടകൾ പോലീസിൻ്റെ പണിയെടുത്താൽ പോലീസ് ഗുണ്ടയാകുമെന്നാണ്, ഗുണ്ടകൾ പണിയെടുക്കുമെന്നാണ്. അതായത് ഇല്ലീഗലായിട്ട് തന്നെ തല്ലി തീർക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ അതല്ലേ നടക്കുന്നത്. കേസുകാരുടെ മുഖം കാണിച്ചാൽ പറയുന്ന സാക്ഷികൾ തിരിച്ചറിയും. മുഖം കാണിച്ച് കോടതി കൊണ്ടുവന്ന സാക്ഷികൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ്, പിന്നീട് വിചാരണ വരുമ്പോൾ സാക്ഷികൾ ഇവരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് മുഖം മൂടി കൊണ്ടുവന്നെന്നാണ് പറയുന്നത്. ഒരു കാര്യമുണ്ട്, എത്ര പേരെ അങ്ങനെ മുഖം മൂടി കൊണ്ടുപോയിട്ടുണ്ട്? ഏതെങ്കിലും SFI പ്രവർത്തകരെ കൊണ്ടുപോയിട്ടുണ്ട്? അത് അവരൊരു ആക്രമണം കാണിച്ചിട്ടില്ല. ഈ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിന് മുമ്പിൽ അവരെന്തെല്ലാം കാണിച്ചു? എത്ര SFIക്കാരെ മുഖം മൂടി കൊണ്ടുപോയിട്ടുണ്ട്? പണ്ട് നക്സലൈറ്റുകളെ കൊണ്ടുപോയിരുന്നു ഒരു കാലത്ത്, സാക്ഷികളെ പേടിപ്പിക്കും. ഇപ്പോൾ ആരെയാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ? അല്ല സാർ, അവരുടെ അവർക്ക് ഈ ജയിലിൽ കൊണ്ടുപോകുന്ന, നമ്മൾ കണ്ണൂർ ജയിലിൽ നമ്മൾ കണ്ടതാണല്ലോ, കൊടും കുറ്റവാളികളെ ജയിലിലേക്ക് കയറ്റിവിടുമ്പോൾ ചായയും ബിരിയാണി, കൊടും കുറ്റവാളികളെ ജയിലിലേക്ക് പോകുമ്പോൾ ഈങ്ക്ലാവ് വിളിക്കുന്ന CPM പ്രവർത്തകരെ നമ്മൾ കണ്ടതാണ്. പി ജയരാജൻ ഉൾപ്പെടെയുള്ള ഏത് മാർഗാണ് ജയിൽ സംരക്ഷണ സമിതി എന്തെല്ലാം ചെയ്തു കൊടുക്കും? ഇയാളെ ഏത് തരത്തിലുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി നമുക്ക് കാണേണ്ടി വരുന്നത്? സാർ, ഇവർ പറയുന്ന വിശദീകരണം എന്താണ്? മുഖംമൂടിയിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ കാരണം? അതായത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും വെച്ച് പ്രതിയെ പോലീസ് കാണിച്ചു കൊടുത്തു ഇരിക്കട്ടെ, ഇന്നവനാണ് ചെയ്തിരിക്കുന്നത്, സാക്ഷിക്ക് കാണിച്ചു കൊടുക്കാതെ ഇവനെ പറഞ്ഞേക്കണം, തിരിച്ചറിഞ്ഞേക്കണം. ഒരു 50 പേര് നിൽക്കുന്നതിനിടയ്ക്ക് ഇവരെ കൊണ്ട് നിർത്തുകയാണ്. 50 പേര് നിൽക്കുന്നതിനിടയ്ക്ക് പരേഡിൽ സാക്ഷികളെ പരേഡ് പോലെ നിർത്തിയിട്ട് സാക്ഷികളോട് ചോദിക്കും, ഇവരിൽ ആരൊക്കെ എറിയാനുണ്ടായിരുന്നത്. അപ്പോൾ സാക്ഷികൾക്ക് പറയണമെങ്കിൽ ഇവരെ തന്നെ പറയണ്ടേ? തീർച്ചയായും അതിന് മുഖം കാണാനുള്ള, അപ്പം നേരത്തെ മുഖം കാണിച്ചെങ്കിൽ വിസ്താരം തെറ്റിപ്പോവും, സമ്മതിക്കില്ല കോടതി. ഈ മുഖം സാക്ഷികൾക്ക് നേരത്തെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് മുഖം മൂടിക്കൊണ്ടുപോകുന്നത്. കാരണം സാക്ഷികൾ കണ്ടിട്ടില്ല, അതാണ് വാദം. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ഒറ്റ ചുമതലയാണ്, ഇവരെ അപമാനിക്കുക എന്നുള്ള ചുമതലയാണ്. ഇവരെ തിരിച്ചറിയരുത്. ഇവരെ കൊണ്ടുപോയ രീതി കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കരുത്. ഇങ്ങനെയാണ് കൊണ്ടുപോയത്. അത്രയ്ക്ക്, അതായത് കുന്നംകുളത്തെ ആ പീഡന തല്ലിന് ശേഷം അതേ ഉദ്യോഗസ്ഥൻ, ഷാജഹാൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. ഇയാൾ ആരാപ്പം? ഇയാൾ ആരാണ്? ഒരു കോടീശ്വനിയോ? ആ രീതിയിലേക്കല്ലേ വന്നിരിക്കുന്നത് ഇയാൾ. ഏതെല്ലാം നീചമായിട്ട് ചെയ്യാവോ ആ രീതിയിലെല്ലാം ചെയ്യുന്ന ആളാണ്. ഇവിടെ ഒരു വിനോദമുണ്ട് അല്ലേ, ഇപ്പോൾ ആലപ്പുഴ, അങ്ങനെ കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരെല്ലാം രക്ഷാപ്രവർത്തനത്തിന് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും മെഡലിന് റെക്കമെൻഡ് ചെയ്യും, പിണറായി റെക്കമെൻഡ് ചെയ്യും. മിക്കവാറും ഏറ്റവും നല്ല രക്ഷാപ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരാണെന്ന് റെക്കമെൻഡ് ചെയ്യും. അടുത്ത റിപ്പബ്ലിക് ഡേ പരേഡിനോ അല്ലെങ്കിൽ അപ്പുറം സ്വാതന്ത്ര്യദിനത്തിനോ ഇവർക്ക് അവാർഡ് വേണമെങ്കിൽ കൊടുക്കാം. ആര് റെക്കമെൻഡ് ചെയ്യും? പിണറായി റെക്കമെൻഡ് ചെയ്യും. അത് കേൾക്കാനുള്ള ആളുണ്ട്, ആരാ? മോഡി. കേന്ദ്രഗവൺമെൻറ് ഈ തല്ലി ഒതുക്കാമെന്നാണ് പിണറായി ധരിച്ചിരിക്കുന്നെങ്കിൽ ഇവിടെ തെറ്റിപ്പോയി. പക്ഷെ പിണറായിക്ക് ഇത് സാധിക്കുന്നതിൻ്റെ കാര്യം, ഈ പിള്ളേരെ ഇങ്ങനെ മുഖംമൂടിയിട്ട് പോകുമ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ രമേശും സതീശനും ഷാഫിയും ഒക്കെ ഇവിടെ തർക്കിക്കുന്നത്, ഷാഫി ഇന്ന് ആരുടെ ചൂരിദാറാണ് പിടിച്ചത്, അത് സാരി തുമ്പല പിടിച്ചെന്നുള്ള തർക്കമാണ് ഇവിടെ നടക്കുന്നത്. അത് ആ ചെറ്റത്തരമാണ്. ആ ചെറ്റ തർക്കങ്ങളിലേക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പോയതുകൊണ്ടാണ് കുറേ കൂടെ ധൈര്യം ആർക്ക് കിട്ടിയത്? പിണറായിക്ക് കിട്ടിയത്. ഈ മുഖം മൂടിയിരിക്കുന്ന ഇവരെയല്ല, ആ 3 കേസുകാർ പ്രവർത്തകരെല്ലാം മൂടിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫിയുടെയും രമേശിൻ്റെയും സതീശൻ്റെയും മുഖത്താണ് ആ മുഖം മൂടിയിട്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല പ്രക്ഷോഭത്തിനുള്ള ഇതുള്ളതാണ്. കാര്യം ഈ ചെറുപ്പക്കാരെ അങ്ങനെ കൊണ്ടുപോയത് ശരിയായ രീതിയല്ല. അവിടെയാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവ നേതാവൊക്കെ ഈ വിഷയങ്ങളിൽ ഇല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം നടത്തേണ്ട വിഷയമാണ് ഈ വിഷയം. ഞങ്ങളൊക്കെ EMSോടെ കോട്ടയത്ത് ബസാലിയസ് കോളേജ് യുവജനോത്സവത്തിന് വന്നപ്പം EMS ഗോവായിക്കെന്ന് മുമ്പിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചു. EMSനെ അവിടെ പ്രസംഗിക്കാതെ തിരിച്ചു പോകേണ്ടി വന്നു. അഞ്ചൽ കോളേജിൽ എന്ന് പറഞ്ഞ കോളേജ് വെടിവെപ്പുണ്ടായതിൻ്റെ പേരിൽ കോട്ടയത്തെ കേസുകാർ സമരം ചെയ്തു. അപ്പം അത്തരം സമരങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതിൻ്റെ സൂചന കണ്ടപ്പോൾ തന്നെ ഇവന്മാർ തമ്മിൽ തുടങ്ങി. ആരാ ഇവർക്ക് നേതൃത്വം കൊടുക്കുക? ഷാഫിയൊക്കെ ഇപ്പോൾ എവിടെയാണ് കാണേണ്ടത്? ഷാഫിയും രാഹുൽ മാങ്കൂട്ടൊക്കെ ഇവിടെ കാണണ്ടേ? തൃശ്ശൂർ വടക്കാഞ്ചേരി കോടതിയിലല്ലേ കൊണ്ടുപോയി? വടക്കാഞ്ചേരി ചെല്ലണ്ടേ? ഇത് പ്രശ്നം അറിഞ്ഞപ്പോൾ തന്നെ ചെല്ലണം. പക്ഷെ അവർക്ക് അവരുടെ തർക്കം തീർക്കണ്ടേ? എങ്ങനെയാണ് തീർക്കണേ? അവരുടെ തർക്കം തമ്മിൽ തീരുന്നില്ല. അവരുടെ തർക്കം തീരുന്നില്ല. എന്താ തർക്കം?
ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് സതീശൻ. അത് അങ്ങനെയല്ല, ഞങ്ങളാണ് തീരുമാനിക്കുന്നത് ഷാഫിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവസാനം നിൽക്കുന്നു. ആദ്യം വരെ സതീശൻ്റെ കൂടെ വന്നു, ഇപ്പം രമേശ് അങ്ങോട്ട് മാറി. ഇത് ഇവരുടെ തർക്കം കോൺഗ്രസിൻ്റെ തർക്കമല്ല, കോൺഗ്രസിന് വേണ്ടിയുള്ള തർക്കമല്ല. അധികാരം അധികാരം എന്ന് പറഞ്ഞാൽ തനിക്ക് നാളെ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ആകാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള തർക്കമാണ്. ഈ തർക്കം നിലനിൽക്കുന്നിടത്തോളം കാലം കോൺഗ്രസ് ജയിച്ചാൽ പോലും, ഇപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, കോൺഗ്രസ് ജയിക്കും. കാരണം എന്താണെന്നറിയോ? ഇവരോടുള്ള വിരോധത്തെക്കാൾ ഇരട്ടി വിരോധം പിണറായിയോടുണ്ട്. പിണറായിയോടുള്ള ജനങ്ങളുടെ ഒറ്റ വിരോധത്തിൻ്റെ കെയർ ഓഫിൽ വീണ്ടും UDF അധികാരത്തിൽ വന്നേക്കാം. ആ റിസൾട്ട് വരുമ്പോൾ തൊട്ട് ഇവിടെ തമ്മിൽ വിടണം. നമ്മൾ TV 8 മണിക്ക് ന്യൂസ് നോട്ടെണ്ണി UDF ജയിക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻ വരാൻ തുടങ്ങിയാൽ ആരെ കൊല്ലും, ആരുടെ പെടലിൽ കത്തിവെക്കും നോക്കിയാൽ മതി. അത്രയ്ക്ക് മാത്രം തരം താണ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ലീഡർഷിപ്പ്. എന്നാൽ ഏറ്റവും പൊട്ടൻഷ്യലുള്ള ലീഡർഷിപ്പാണ്. കേരളത്തിൽ കോൺഗ്രസിന് അടുത്ത കാലത്ത് കിട്ടിയതിൽ ഏറ്റവും നല്ല നേതാക്കന്മാരാണ്. പക്ഷേ അധികാരമോഹം എന്ന സാർത്ഥതയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. അവിടെയാണ് പ്രശ്നം. അല്ല സർ, പിണറായി വിജയൻ്റെ അന്ധമായ രാഷ്ട്രീയ വിരോധമാണ് ഈ KC കുട്ടികളോട് പോലീസിനെ കൊണ്ട് തീർത്തിരിക്കുന്നത് അല്ലേ? പിണറായി വിജയൻ്റെ ഇത് പിണറായി വിജയൻ്റെ വിരോധം ഒന്നും ആവശ്യമില്ല KC പിള്ളേരോട്. പക്ഷേ ഇവിടെ AC മൊയ്തീൻ്റെ വിരോധമുണ്ട്. AC മൊയ്തീന് പിള്ളേരോട് വിരോധമുണ്ട്. അവരോട് പ്രകടനം നടത്തി, മൊയ്തീൻ്റെ പേര് പറഞ്ഞ് മൊയ്തീൻ്റെ കള്ളത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രകടനം നടത്തി. മൊയ്തീന് വേണ്ടി ഷാജഹാൻ പറഞ്ഞു. ഷാജഹാൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരാണ് രണ്ടിടത്ത് ജയിലിരിക്കുന്നത്. കുന്നംകുളത്തും ഉണ്ടായിരുന്നു, ഇവിടെ വന്നു, വടക്കൻ ജയിലിലും വന്നു. അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്? ഇനി വേണമെങ്കിൽ ABC ചാനൽ പോലെ ഏതെങ്കിലും ചാനലുകാരൻ പറയും ഷാജഹാൻ മുസ്ലിം ആയതുകൊണ്ട് AC മൊയ്തീൻ പറഞ്ഞ് അത് ജാതി വൽക്കരിക്കാൻ നോക്കും. അങ്ങനെ നേരത്തെ ഉണ്ടായി, കുന്നംകുളത്തെ കാര്യം ഉണ്ടായി. ഒരു മുസ്ലിം SI തല്ലി എന്നുള്ള രീതിയിൽ ഒരു പൂജാരിയെ തല്ലി. ആ രീതിയിൽ ചിത്രീകരിക്കുന്ന രാഷ്ട്രീയം ഉണ്ട് ഇവിടെ. ഇവിടെ ഷാജഹാൻ ആയതുകൊണ്ട് ആ രാഷ്ട്രീയം പറയും. BJP കാരണം BJP അനുകൂലിക്കുന്ന ചാനലുകാരത് പറയും. അത് നമ്മൾ തിരിച്ചറിയണം. അതിനൊക്കെയുള്ള നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് ഇപ്പോൾ നേതൃത്വം കൊടുക്കേണ്ട സതീശനല്ലേ? രമേശന് അത്തരം കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല, പറഞ്ഞിട്ടില്ല, പറയുകയില്ല. സമുദായ സംഘടനകൾക്കെതിരായി ഒന്നും വേണ്ടിയില്ല. അത് രമേശൻ്റെ രാഷ്ട്രീയം. സതീശൻ പറഞ്ഞിരുന്നു, SNDPക്കെതിരായിട്ടും NSSനെതിരായിട്ടും സതീശൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ സതീശൻ്റെ നാവും തുന്നിക്കെട്ടി. ഇതുകൊണ്ട് പ്രയോജനം കിട്ടുന്ന ആർക്കാ? സാർ, ആ പോലീസ് ഓഫീസറുടെ പേര് ഷാജഹാൻ എന്നാണ്. എനിക്കൊരു സംശയമുണ്ട്. മറ്റേ അവിടെ കുന്നംകുളത്തെ അല്ല, ഇവിടുത്തെ കുന്നംകുളത്തെ. അപ്പോൾ ഏതായാലും സാർ, ഈ KSU കുട്ടികളെ ഇത്തരത്തിൽ കൊണ്ടുപോകുന്നതിലൂടെ ഇപ്പം സാറ് പറഞ്ഞ പോലെ ഈ ഉദ്യോഗസ്ഥ വൃന്ദം കഴിഞ്ഞ കുറേ ഇപ്പം 9 വർഷമായിട്ട് പോലീസിനകത്തെന്നല്ല, ഇപ്പം നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞ എബ്രഹാമിൻ്റെ കാര്യം മുതൽ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ആകെ മൊത്തത്തിൽ കാര്യങ്ങൾ നോക്കുന്നത്. ഭരണതലപ്പത്ത് മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ യാതൊരു റോളും ഇല്ലാത്ത രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. ഇവരൊക്കെ ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ശശിയോടായിരിക്കും. ശശിയോടോ അജിത് കുമാറിനോട്, ഇപ്പോഴും അജിത് കുമാറിനോടായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. അജിത് കുമാറായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്. ഒഫീഷ്യലായിട്ട് വേണമെന്നില്ലല്ലോ. അപ്പോൾ ഇത് എന്തിലേക്കൊരു വഴി തുറക്കലാണ് ഇത് നടത്തുന്നത് ഈ സർക്കാർ? അധികാരം അടിച്ചമർത്തി അധികാരം നിലനിർത്താവുന്നുള്ള ധാരണ ആർക്കുണ്ട്? പിണറായിക്കുണ്ട്. ആ ധാരണയുടെ ഫലമാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം. പക്ഷേ ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? ഇതൊക്കെ പേടിപ്പിക്കുന്ന, എതിർക്കുന്ന എല്ലാവർക്കും ഉള്ള സൂചനയാണ്. CPIക്ക് പോലുള്ള സൂചനയാണ്. ഞങ്ങളെ എതിർത്താൽ ഞങ്ങളുടെ കയ്യിലാണ് അധികാരം, ഞങ്ങളുടെ കയ്യിലാണ് പോലീസിൻ്റെ ശക്തി, പോലീസിനെ നിയന്ത്രിക്കുന്ന ശക്തി ഞങ്ങളാണ്. സിമ്പിളാണ്. കാരണം ഇപ്പോൾ ഷാജഹാനോട് നാളെ പറയുക 10 കേസുകാരെ അടിച്ചേക്കാൻ പറഞ്ഞാൽ, തിരുവനന്തപുരത്ത് നിന്ന് അടിച്ചേക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് ട്രാൻസ്ഫർ കൊടുത്തിട്ട് ഷാജഹാൻ ചെയ്യും. കാരണം ഇപ്പോൾ ഈ കേസിൽ ഒന്നും ചെയ്യല്ലേ പിണറായി. ഷാജഹാനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും. അതോടുകൂടി ഷാജഹാൻ ആറയാളായി, അനങ്ങാൻ വരാതായി. പിന്നെ ഏത് സമയത്തും സസ്പെൻഡ് ചെയ്യാവുന്ന കാരണം ഇവിടെയുണ്ട്. അത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നീ എന്നെ തൽക്കാലം ഞങ്ങൾ രക്ഷപ്പെടുത്താം, ഇനി ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. അടിമകളാക്കി എടുക്കും എല്ലാവരെയും. അടിമകൾ. അതാണ് സംഭവിക്കുന്നത്.